സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം 1 മുതൽ ചില വചനങ്ങൾ ഞാൻ വായിക്കുകയാണ്. ബൈബിൾ കൊണ്ടുവന്നവർ അത് വായിക്കുക, അല്ലാത്തവർ ശ്രദ്ധിക്കുക. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എന്നിൽ സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്ക് ഉള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഊർന്നു പോകയില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ അധ്യായത്തിൽ എത്രയോ വലിയ വിഷയങ്ങളാണ് പറയുന്നത്, അല്ലേ? നമ്മളൊരു 2-3 മിനിറ്റ് എടുത്തു നോക്കുമ്പോൾ അതില് എത്ര വലിയ വിഷയങ്ങളാണ് പറയുന്നത്, എത്ര അംശമാണുള്ളത്. ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതലായി, അല്ലെങ്കിൽ നാം ഒരു വലിയ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരു 1000 പേജുള്ള പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഇവിടെ നാം വായിച്ചതായ 13 വാക്യങ്ങളിൽ സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്നതായ വിഷയം പഠിക്കുമ്പോൾ അതെത്രയോ ശ്രേഷ്ഠമാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സാരാംശം സ്നേഹമാണ്. RRK മൂർത്തി എന്ന ദൈവദാസൻ പറഞ്ഞു, ഈ വേദപുസ്തകം നാം എടുത്തിട്ട് അതിനെ പിഴിയുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്നതായ ആ സത്ത് സ്നേഹമായിരിക്കുമെന്ന്. തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ എത്രയോ സ്നേഹിച്ചു. ക്രിസ്തു നമ്മെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ടാണ് തന്റെ പ്രാണൻ നമുക്ക് വേണ്ടി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തത്. ഈ വിഷയമാണ് പഴയ നിയമ പുസ്തകത്തിലുള്ളതായ ഭക്തിയുടെ വിഷയം. 10 കൽപ്പനകളെ യേശുക്രിസ്തു 2 കൽപ്പനകളായിട്ട് ചുരുക്കി, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കുക. സ്നേഹം. ഞാൻ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ അത് വൃഥാവാകുന്നു. ചുടുവാൻ വേണ്ടി എന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്താലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ അത് വ്യർത്ഥമാകുന്നു. എനിക്ക് പ്രവചനവരമുണ്ട് എങ്കിലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ അതും വ്യർത്ഥമത്രേ. നോക്കൂ, ഇന്ന് അനേകർ ദൈവത്തിന്റെ വേല ചെയ്യുന്നത് സ്നേഹം കൂടാതെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ വേല ചെയ്യേണ്ടതല്ലാതെ ഒരു ഡ്യൂട്ടിയായിട്ടോ, ഒരു ലാഭത്തിനു വേണ്ടിയോ, ഒരു ശമ്പളത്തിനു വേണ്ടിയോ, ഒരു പുകഴ്ചയ്ക്ക് വേണ്ടിയോ നാം ദൈവത്തിന്റെ വേല ചെയ്താൽ അത് അനുഗ്രഹമാകില്ല. 1000 പ്രസംഗം ഞാൻ പ്രസംഗിച്ചാലും എന്നിൽ സ്നേഹമില്ല എങ്കിൽ ഈ ജയ്പോൾ വ്യർത്ഥനാണ്. എത്ര TV പ്രോഗ്രാമുകൾ ചെയ്താലും എന്നിൽ സ്നേഹമില്ല എങ്കിൽ അവയെല്ലാം വ്യർത്ഥമാണ്. എത്രയോ പാട്ടുകൾ പാടുന്നുണ്ട്, സ്നേഹത്തെക്കുറിച്ച് പാടുന്നുണ്ട്, എന്നാൽ ജീവിതത്തിൽ സ്നേഹമില്ല എങ്കിൽ അത് വ്യർത്ഥമാണ്. ഇന്നുള്ള ക്രിസ്തീയ ലോകം സ്നേഹത്തിന്റെ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല.
അനേകരുടെ സ്നേഹം അന്ത്യകാലത്ത് കർത്താവ് എന്താണ് പറഞ്ഞത്? കൂടുവരാനിടയാകും. നിങ്ങൾക്കറിയാമോ അത്? അന്ത്യകാലത്ത് അനേകരുടെ സ്നേഹം തണുത്തുപോകും. നിന്റെ ക്രിയകളെ ഞാൻ അറിയുന്നു, നിന്റെ ഭക്തിയെ ഞാൻ അറിയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന ഞാൻ അറിയുന്നു, നിന്റെ ഭക്തി ഞാൻ അറിയുന്നു. എങ്കിലും നിന്നിൽ ഒരു കുറവ് എനിക്ക് പറയാനുണ്ട്. ഏതാണ് ആ കുറവ്? നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുമാറിയിരിക്കുന്നു. പുതുതായി യേശുവിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർക്ക് എത്ര തീക്ഷ്ണതയായിരിക്കും! ദൈവത്തെ ആരാധിക്കുവാൻ ആലയത്തിൽ ആദ്യം തന്നെ വരും, മുൻപിലത്തെ സീറ്റിൽ വന്നിട്ടിരിക്കും, ദൈവദാസന്മാരെ ബഹുമാനിക്കും, സ്തോത്രം പറയും. അവരുടെ മുഖത്ത് നോക്കിയാൽ എപ്പോഴും ഒരു സന്തോഷമുണ്ട്, ഒരു ദാഹമുണ്ട്, വചനത്തിന് വേണ്ടിയുള്ളത്, ദൈവത്തെ ആരാധിക്കാനുള്ളതായ ദാഹം. എന്നാൽ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ, സീനിയറായിട്ട് വരുമ്പോഴേക്കും ഈ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? പുറകിലേക്ക് പോകും. എന്താണ്? ലാസ്റ്റ് സീറ്റിൽ പോയിരിക്കുന്നത് കാണാം. എന്താണ് സംഭവിക്കുന്നത്? സ്നേഹം തണുത്തു പോകുന്നു, വിശ്വാസം തണുത്തു പോകുന്നു. നമുക്ക് ആദ്യമായിട്ട് ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത്, എനിക്ക് ആദ്യമായിട്ട് കുഞ്ഞുണ്ടായ ആ സമയത്ത് അന്ന് ടെലിഫോണില്ലായിരുന്നു, ടെലിഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ദൂരപ്രദേശത്തായിരിക്കുന്നു, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ടെലിഗ്രാം വരുവാനിടയായി. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ദൈവമേ, ഞാനൊരു അച്ഛനായല്ലോ. അതിനുശേഷം ഞാൻ പോയ സമയത്ത് ജോൺസൺ ആൻഡ് ജോൺസന്റെ സോപ്പ്, പിന്നെ എന്തൊക്കെയാണോ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വളരെ സന്തോഷത്തോടെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, എന്താണ്, രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ, മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ കുഞ്ഞിന്റെ പഴയ ഡ്രസ്സ് കൊടുത്താൽ മതി എന്ന്. പിന്നെന്തിനാണ് പുതിയ ഉടുപ്പ് വാങ്ങുന്നത് അവന്? കല്യാണം കഴിച്ച ആദ്യ ദിനങ്ങളിൽ നോക്കുക, ഭർത്താവ് ഭാര്യയുടെ കൂടെ നടക്കുന്നതായ സമയത്ത് ആ ഭാര്യയുടെ സാരി എവിടെയെങ്കിലും ഒന്ന് ഉടക്കുകയാണെങ്കിൽ ഓടിച്ചെന്നിട്ട് അയ്യോ സഹായിച്ചു കൊടുക്കും. അപ്പോൾ ഭാര്യ ചിന്തിക്കും, എൻ്റെ ഭർത്താവ് എത്ര നല്ലവനാണ്. 3 മാസം കഴിയുമ്പോൾ പറയും, കർത്താവേ, ഇവളെ തന്നെയാണല്ലോ എനിക്ക് കിട്ടിയതെന്ന്. എന്തു സംഭവിച്ചു? സ്നേഹം തണുത്തുപോയിരിക്കുന്നു, സ്നേഹം ഇല്ല, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം ആദ്യം മുതൽ അവസാനം വരെ ഒരേ രീതിയിലായിരിക്കും. അവന്റെ സ്നേഹം എങ്ങനെയുള്ളതാണ്? അവന്റെ സ്നേഹം നിത്യമായ സ്നേഹമാണ്. ആ സ്നേഹത്തിന് അല്പം പോലും കുറവുണ്ടാകില്ല, ഒരു ഡിഗ്രി പോലും കുറയില്ല. അവന്റെ സ്നേഹം നിത്യമായതാണ്, അതിലല്പം പോലും കുറയുകയില്ല. അവന്റെ സ്നേഹം സമ്പൂർണമായ സ്നേഹമാണ്, കുറവില്ലാത്ത സ്നേഹമാണ്. ഈ കാലത്ത് യേശുക്രിസ്തുവിന്റെ മക്കൾക്കുണ്ടായിരിക്കേണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. നമ്മുടെ വേദപുസ്തകത്തിൽ എല്ലാത്തിനെക്കുറിച്ചും സ്നേഹം സ്നേഹം സ്നേഹമെന്നാണ് പറയുന്നത്. പലവിധമായ സ്നേഹത്തെക്കുറിച്ച് പറയാറുണ്ട്, പ്രേമമെന്ന് പറയാറുണ്ട്, രണ്ടാളുകളെക്കുറിച്ച് പറയാറുണ്ട്. അവർക്ക് രണ്ടുപേർക്കും വലിയ പ്രേമമാണ്. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ നോക്കുകയാണെങ്കിൽ സ്നേഹത്തിന് 4 വിഭാഗങ്ങൾ കാണാൻ കഴിയും. ഒന്ന് സ്റ്റോർജ്, മറ്റൊന്ന് ഇറോസ്, മറ്റൊന്ന് ഫിലിയ, അടുത്തത് അഗാപ്പെ. 4 വ്യത്യസ്തമായ പദങ്ങൾ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നു. സ്റ്റോർജ് എന്ന് പറഞ്ഞാൽ പൊതുവായുള്ളതായ സ്നേഹം. നാം ഭാരതീയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്നേഹമുണ്ട്, ഭാരതീയർ എന്നുള്ളതായ ആ സ്നേഹം. ഇവിടെ നാം അത് മനസ്സിലാക്കില്ല. നാം അമേരിക്കയിലോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ, ചൈനയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ജപ്പാനിൽ ചെന്നിട്ട് അവിടെ നൽകുന്ന ആഹാരങ്ങൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ട് ആ ഹോട്ടലിൽ എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയാതെ അവർ ചൂം ചാ എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ, നമുക്കൊന്നും മനസ്സിലാകാതെ ഇരിക്കുന്നതായ സമയത്ത്, എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു മലയാളി വന്നിട്ട് എന്താണ് വേണ്ടത് സാർ എന്ന് ചോദിച്ചാൽ, അയ്യോ രക്ഷപ്പെട്ട്, അങ്ങ് മലയാളിയാണോ? ഞാനും മലയാളിയാണ്. ഏത് നാട്ടുകാരനാണ്? ദൈവമേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പരിചയപ്പെട്ട് കൈ കൊടുക്കുവാനിടയാകും. എന്നാൽ ഇവിടെ ആയിരിക്കുമ്പോൾ നാം അങ്ങനെ സ്നേഹിക്കത്തില്ല. അതുകൊണ്ടാണ് നാം ഭാരതീയരാണ്. അതുപോലെ മൃഗങ്ങളെ നോക്കിയാൽ പോലും അതിൻ്റെ വർഗത്തിൽ കാണുന്നതായ ജന്തുക്കളെ, മൃഗങ്ങളെ കാണുമ്പോൾ അതിനൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഒരു പശുക്കുട്ടി പശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചുറ്റും നടക്കുന്ന പോലെ, അതെന്താണ്? സാധാരണമായിട്ടുള്ളതൊരു സ്നേഹമാണ്, സ്വാഭാവികമായിട്ടുള്ളതായ ഒരു വർഗസ്നേഹം. അതിൽ നമുക്ക് വലിയ ശ്രേഷ്ഠതയൊന്നും കാണാൻ കഴിയത്തില്ല. അത് സ്വാഭാവികമായി വരുന്ന സ്നേഹമാണ്. അതിനെ സ്റ്റോർജ് എന്ന് വിളിക്കും. രണ്ടാമത് എറോസ്. എറോസ് എന്ന് പറഞ്ഞാൽ യൗവനക്കാരുടെ ഇടയിൽ, ടീനേജ് പ്രായത്തിൽ, സാധാരണയായി സ്വാഭാവികമായിട്ട് ബാല്യകാലം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കാൽ വയ്ക്കുന്നതായ അതേ സമയത്ത് കൗമാരപ്രായക്കാരിൽ ഉണ്ടാകുന്നതായ ഒരു ആകർഷണം, അതായത് ഓപ്പോസിറ്റ് സെക്സിനോട്
തോന്നുന്നതായിട്ടുള്ളതായ ഒരു ആകർഷണം, ഒരു ഇഷ്ടം എന്നൊക്കെ പറയാൻ കഴിയും. അതിനെ എറോസ് എന്ന് വിളിക്കാം. യൗവനപ്രായത്തിൽ അനേകം കുട്ടികൾ പ്രേമിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രേമത്തിൽ വീണെന്നാണ് പലരും പറയാറുള്ളത്. ഒരുത്തൻ ഒരു ദിവസം പറയാണ്, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ലവ് ഫെയിലിയർ ആയി പോയി എന്ന്. ഞാൻ പറഞ്ഞു, ബൈബിൾ പറയുന്നു ലവ് നെവർ ഫെയിൽസ് എന്ന്. എന്താണ് വചനം എന്ത് പറയുന്നു? യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? സ്നേഹം മരിക്കുകയില്ല, മാറുകയില്ല. സ്നേഹമാണ് ജയിക്കുന്നത്, സ്നേഹം പരാജയപ്പെടില്ല. എന്നാൽ ഇവിടെ സ്നേഹം പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ സ്നേഹമല്ല, അത് എറോസാണ്. ഒരു രീതിയിലുള്ളതായ ആകർഷണം, ഒരു രീതിയിലുള്ളതായ ഇഷ്ടമാണ്. അത് യൗവനക്കാരുടെ ഇടയിൽ സ്വാഭാവികമായിട്ടുണ്ടാവുകയും പോവുകയും ചെയ്യുന്നതാണ്. മൂന്നാമത്തെ സ്നേഹമാണ് ഫിലിയ. ഫിലിയ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്നതായ ഫ്രണ്ട്ഷിപ്പ്, സ്നേഹം, അതാണ് ഫിലിയ. ഒരു ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ പോകുന്നു വിചാരിക്കുക. അപ്പോൾ വേറൊരു വ്യക്തിയെ കാണുന്നു. എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഞാനും ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. എനിക്കും വളരെ ബിരിയാണി ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവർ തമ്മിലൊരു സ്നേഹബന്ധം, ഒരു കൂട്ടുകെട്ടുണ്ടാവുകയാണ്. നമ്മൾ രണ്ടുപേരും ബിരിയാണി ഫ്രണ്ട്സാണ്. അതുപോലെ ഒരു സഹോദരി വസ്ത്രമെടുക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് പോകുന്നു. അപ്പോൾ മറ്റൊരു സഹോദരിയും അവിടെ വെച്ച് കാണുന്നു. അവർ തമ്മിൽ പരിചയപ്പെടുന്നു, പരസ്പരം അങ്ങനെ സ്നേഹിതരായിട്ട് മാറുന്നു. അതുപോലെ മദ്യപിക്കാൻ പോകുന്ന സമയത്ത് അവർ കൂട്ടുകാരുണ്ട്, ഒരുപാട് പേര്. അവർ തമ്മിൽ വളരെ അടുപ്പമുള്ളവരായിരിക്കും, നല്ല സ്നേഹബന്ധമുള്ളവരുമായിരിക്കും. ഒരേ രീതിയിലുള്ള ഇഷ്ടങ്ങളും അതുപോലെ ആഗ്രഹങ്ങളും അതുപോലെ പലവിധമായ അഭിപ്രായങ്ങളും ഉള്ള ആളുകളുടെ നടുവിൽ വരുന്നതായ ഒരു പ്രത്യേകമായ സ്നേഹം, അതും നിത്യമായിട്ട് നിലനിൽക്കുന്നത് അല്ല. ഈ മൂന്ന് സ്നേഹബന്ധങ്ങളും നിത്യമായിട്ട് നിലനിൽക്കുന്നത് അല്ല. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് യഥാർത്ഥമായ സ്നേഹബന്ധം അല്ല. എന്നാൽ അഗാപ്പേ, ക്രിസ്തുവിൻ്റെ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, വിശുദ്ധിയുള്ളതായ സ്നേഹം, ത്യാഗപൂരിതമായ സ്നേഹം, തന്നെത്താൻ സമർപ്പിക്കുന്ന സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നതായ സ്നേഹം, അറിയാമല്ലോ, എല്ലാവരോടും ക്ഷമിക്കുന്നതായ സ്നേഹം, ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാവരെയും വിശ്വസിക്കുന്നതായ സ്നേഹം, അനീതിയിൽ സന്തോഷിക്കാത്തതായ സ്നേഹം, മര്യാദ വിട്ട് ജീവിക്കാത്തതായ സ്നേഹം, അതാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. ഈ ദിവസം നമുക്ക് ഉള്ളത് എങ്ങനെയുള്ള സ്നേഹമാണ്? ഞാൻ പറയട്ടെ, നമ്മുടെ ഇടയിൽ ഒരുപക്ഷെ ഭാരതീയർ എന്നുള്ളതായ സ്നേഹമുണ്ടെങ്കിൽ അതിൽ കവിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ട് ജീവിച്ചു പോകുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ നാം എറോസ് എന്ന് പറയുന്നതായ യൗവനക്കാർ തമ്മിലുള്ളതായ സ്നേഹബന്ധത്തിന് മധ്യയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം കൂടി വന്നെങ്കിൽ മാത്രമേ ആ സ്നേഹബന്ധം നിലനിൽക്കുകയുള്ളൂ, അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. മനസ്സിലാക്കണം, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമാണ് നിത്യവും നിലനിൽക്കുന്നത്. ഒരുപക്ഷെ നിനക്കൊരു വ്യക്തിയോട് ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സ്നേഹബന്ധമുണ്ട് എങ്കിൽ അത് യേശുവിൻ്റെ സ്നേഹത്തോട് കൂടിയതായ സ്നേഹബന്ധമാണെങ്കിൽ മാത്രമേ അത് നിലനിൽക്കൂ. യോനാഥനും ദാവീദിനും മധ്യ ഉണ്ടായിരുന്നതായ സ്നേഹം പോലെ അത് നിൽക്കുകയുള്ളൂ. നീ രാജാവായിക്കൊള്ളൂ, ഞാൻ ഉപമന്ത്രി ആയിക്കൊള്ളാമെന്ന് ആരാണ് പറയുന്നത്? നീ മുകളിലിരിക്കൂ, ഞാൻ താഴെ ഇരിക്കാമെന്ന് ആര് പറയാനിടയാകും? രാജകുമാരനായിരിക്കുന്നതായ യോനാഥാന് രാജാവായി അഭിഷേകം ചെയ്തതായ ദാവീദിനെ കാണുമ്പോൾ ഹൃദയം വേദനിക്കുകയാണ് ചെയ്യേണ്ടത്. എന്റെ ശത്രുവാണ് നീ, എനിക്കെതിരാണു നീ, എന്റെ സ്ഥാനം തട്ടിയെടുക്കുവാൻ വന്ന വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വെറുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്നാൽ യോനാഥൻ ദാവീദിനെ തന്റെ പ്രാണനെ പോലെ സ്നേഹിക്കാനിടയായി. കാരണം അവരുടെ മധ്യയിൽ ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. സ്നേഹിതരായിരിക്കുന്നതായ നിങ്ങളുടെ മധ്യയിൽ ദൈവത്തിന്റെ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുന്ന യഥാർത്ഥ സ്നേഹമാകൂ. ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്ന നിങ്ങളുടെ മധ്യയിൽ യഥാർത്ഥമായ ദൈവസ്നേഹം കടന്നു വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ സ്നേഹബന്ധം അത് നിത്യമായി നിലനിൽക്കുകയുള്ളൂ. ഇന്ന് അറേഞ്ച് മാരേജ് ചെയ്യുന്നവർക്കും വഴക്കാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരുടെ ഇടയിലും വഴക്കില്ലേ? ഇല്ലേ? വഴക്കാണ്. കാരണം അത് യഥാർത്ഥ സ്നേഹമല്ല. ക്രിസ്തു നിന്റെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രമേ, ക്രിസ്തു നിന്റെ കുടുംബത്തെ പണിയുമ്പോൾ മാത്രമേ അവിടെ യഥാർത്ഥ സ്നേഹമുണ്ടാകൂ. സത്യത്തിൽ ഞാൻ ഭാരതീയനാണെങ്കിൽ, ഞാൻ സത്യമായിട്ടും ഭാരതീയരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഭാരതീയരുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. ഭാരതീയനായിരിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്ന ലാഭം എന്താണ്? എനിക്ക് കിട്ടുന്ന അവകാശം എന്താണ്? എനിക്ക് കിട്ടുന്നതായ പ്രശസ്തി എന്താണ്? അതാണ് ഞാൻ അന്വേഷിക്കുന്നെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമല്ല. ദയവ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യയിൽ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ദൈവം തന്റെ സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുന്നതിന് വേണ്ടി ആശിക്കുന്നു. നോക്കൂ, നീ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടിട്ടുണ്ടോ?
കർത്താവ് വരുവാൻ പോകുന്നു. അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. നിന്റെ സ്നേഹം നിറഞ്ഞു കവിയേണ്ടതിന്, നിന്റെ സ്നേഹം അനേകർക്ക്, നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക്, അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന് യേശുക്രിസ്തു അവൻ്റെ സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ കർത്താവ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന കർത്താവാണ്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നതായി എൻ്റെ കർത്താവേ, അങ്ങയ്ക്ക് സ്തുതി എന്ന് ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും പറയുക. അവൻ എത്രയോ ദയയുള്ളതായ ദൈവമാണ്, എത്രയോ ക്ഷമയുള്ള ദൈവമാണ്. നിന്നോട് എത്രത്തോളം കരുണ കാണിക്കുവാനിടയായി. നീ അനുസരണക്കേട് കാട്ടിയപ്പോൾ, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയതായ സന്ദർഭത്തിലും, എത്രയോ തവണ ദുഷ്ടപ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചിട്ടും, എത്രയോ തീരുമാനങ്ങൾ എടുത്തിട്ട് മാറിപ്പോയിട്ടും, ദൈവത്തിന് ഹിതം പോലെ നീ ജീവിക്കാതെ നീ ചെയ്തതായ പാപം തന്നെ വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ട് തന്നെ ജീവിച്ചു പോയപ്പോഴും പിന്നെയും നിന്നോട് കരുണ കാണിക്കുന്ന ദൈവം ഈ സമയം ആ സ്നേഹത്തെ ഒന്ന് തിരിച്ചറിയുവാൻ, കൺമുൻപിൽ കാണുന്നത് പോലെ കാൽവരി ക്രൂശിൽ കാണിച്ചു തന്ന ആ സ്നേഹത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ ഒരു നിമിഷം നീ ഒന്ന് നോക്കുക. നിന്റെ ഹൃദയത്തിന്റെ കണ്ണിനെ തുറന്നു നോക്കൂ. അപ്പോൾ ആ ദൈവത്തിലുള്ളതായ മഹത്വത്തെ നിനക്ക് കാണാൻ കഴിയും. അവന്റെ സ്നേഹത്തിന്റെ മാധുര്യത്തെ നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. അവൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുവാനിടയായി എന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ലോക സ്നേഹങ്ങളെല്ലാം തന്നെ ചപ്പും ചവറുമാകുന്നു. അത് വ്യർത്ഥമായ സ്നേഹമാണെന്നും ശാശ്വതമായ നിത്യമായിട്ടുള്ളതായ സ്നേഹം യേശുക്രിസ്തുവിന്റെ സ്നേഹം മാത്രമാണെന്ന് നിനക്ക് മനസ്സിലാക്കുവാനും കഴിയും. മനുഷ്യരിൽ ആശ്രയിച്ച് വഞ്ചിക്കപ്പെട്ടുപോയി, മനുഷ്യന്റെ സ്നേഹത്തിൽ വിശ്വസിച്ച് ചതിക്കപ്പെട്ടുപോയി. ഇനി മതിയാക്കൂ. നീ യേശുവിനെ സ്നേഹിക്കുക, യേശുവിന്റെ സ്നേഹത്താൽ നിറയുക, യേശുവിന്റെ സ്നേഹത്താൽ നിന്റെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കുക. അപ്പോഴേ അവന്റെ രാജ്യം പണിയപ്പെടുകയുള്ളൂ. അവന്റെ രാജ്യം സ്നേഹത്തിന്റെ രാജ്യമാണ്. അത് മത്സരത്തിന്റെ ഒരു രാജ്യമല്ല, അത് ബന്ധനത്തിന്റെ രാജ്യമല്ല, അത് വാളുകൊണ്ടും പോരാട്ടം കൊണ്ടും യുദ്ധം കൊണ്ടും നേടിയെടുക്കുവാൻ കഴിയുന്നതായിട്ടുള്ള രാജ്യമല്ല. കഷ്ടതയെ സഹിക്കുമ്പോൾ, നിന്ദകൾ സഹിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ഉപദ്രവം സഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ ലഭിക്കുന്ന രാജ്യമാണ്. അത് ദയയുള്ള രാജ്യമാണ്, സ്നേഹമുള്ള രാജ്യമാണ്, സ്വാർത്ഥമായി ചിന്തിക്കാത്ത സ്നേഹമാണ്, അനീതിയിൽ സന്തോഷിക്കാത്തതാകുന്നു ഈ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ രാജ്യം. ആ സ്വർഗീയ രാജ്യത്തിൽ നാം ചേരണമെന്നുണ്ടെങ്കിൽ ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിച്ചു നോക്കാതെ എങ്ങനെ തലമുറയായിട്ട് ആ സ്നേഹരാജ്യത്തിൽ നിനക്ക് നിവസിക്കുവാൻ കഴിയും? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വിശ്വാസം നിന്നിലുണ്ടോ? നിന്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടോ? എല്ലാറ്റിലും പ്രധാനമായിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിന്റെ ഹൃദയം നിറഞ്ഞിട്ടുണ്ടോ? വിശ്വാസവും പ്രത്യാശയും കുറഞ്ഞു പോകുന്ന നാളുകൾ വന്നേക്കാം, എന്നാൽ സ്നേഹം നിത്യമായി നിലനിൽക്കുന്നതാകുന്നു. സ്നേഹിക്കുക. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കൂ. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിന്റെ ഭാര്യയെ സ്നേഹിക്കുക. ക്രിസ്തു തന്റെ സഭയെ സ്നേഹിക്കുവാനിടയായി. അത് ചുളുക്കവും വാട്ടവും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ എന്ത് കഷ്ടതയാണ് സഹിച്ചത്? നിന്റെ ഭർത്താവിന് വേണ്ടി നീ എന്ത് ബുദ്ധിമുട്ടാണ് സഹിച്ചത്? നിന്റെ മക്കൾക്ക് വേണ്ടി നീ എന്താണ് സഹിച്ചിരിക്കുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം നിന്നിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നീ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, ആ സ്നേഹത്താൽ നിന്റെ കുടുംബത്തെ പണിയുവാനിടയാകും. നിന്റെ ഭർത്താവിനെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കാനിടയാകും. നിന്റെ ഭാര്യയെ ആത്മീയമായി വളർത്തുവാനിടയാകും. നിന്റെ മക്കളെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുവാൻ കഴിയും. ദൈവമേ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൂടി വരികയാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. നിന്റെ സ്വർഗീയ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് അങ്ങയോട് കരങ്ങൾ ഉയർത്തി അപേക്ഷിക്കുകയാണ്. ഞങ്ങളിലുള്ള ദുഷ്ടത, ഞങ്ങളിലുള്ളതായ ദേഷ്യം, ഞങ്ങളിലുള്ളതായ നീരസം, ഞങ്ങളിലുള്ളതായ പിശാചിന്റെ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.
ആ കാൽവരി സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആ നിർദോഷവും നിഷ്കളങ്കവുമായ ആ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അപ്പാ. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും സ്നേഹമില്ല കർത്താവേ. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹമില്ല, മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ സ്നേഹമില്ല, സ്നേഹിതരുടെ മധ്യയിൽ സ്നേഹമില്ല. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും ഹിംസയാണ് കർത്താവേ. എവിടെ നോക്കിയാലും ശത്രുതയാണ്. എവിടെ നോക്കിയാലും ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതാണ് കാണുന്നത്. കലഹിക്കുകയും അസൂയപ്പെടുകയും മത്സരിക്കുകയും ചെയ്യുന്നതാണ് കർത്താവെ കാണുന്നത്. ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരാൾ മറ്റൊരാൾക്കെതിരെ ദോഷം ചെയ്യുകയല്ലാതെ യേശുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് അവരുടെ മുറിവുകളെ കെട്ടുന്നവരെ കാണുന്നില്ല കർത്താവെ. സ്നേഹം കൊണ്ട് ആശ്വസിപ്പിക്കുന്നവരെ കാണുന്നില്ല, ബലപ്പെടുത്തുന്നവരെ കാണുന്നില്ലപ്പാ. എല്ലാവരും ചതിക്കപ്പെട്ട് വെറുപ്പിനാലും വിദ്വേഷത്താലും നിറഞ്ഞ് ജീവിക്കുന്നതാണ് കർത്താവെ കാണുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹമില്ലാതെ എല്ലാ ദിവസവും കലഹിക്കുകയാണ് ചെയ്യുന്നത്. അനേകം കുടുംബങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ശത്രുതയും പിണക്കവും ഭിന്നതയും കലഹവും ആകുന്നു. പിശാചിന്റെ പ്രവൃത്തികളാണ് കർത്താവെ നടക്കുന്നത്. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ളതായ കുടുംബങ്ങളെ വിടുവിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഹൃദയം പിശാചിന്റെ പണിശാലയാകാതെ നിന്റെ സ്നേഹാലയമാക്കി മാറ്റണമേ അപ്പാ. സ്നേഹത്തിന്റെ ആലയമായിരിക്കുന്ന സ്വർഗത്തിൽ ചേരുന്നത് വരെയും നിന്റെ സ്നേഹത്തെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, പരസ്പരം സ്നേഹമുള്ളവരായിട്ട് ജീവിക്കുവാൻ, സ്നേഹം സ്നേഹത്തെ ജനിപ്പിക്കുന്നുവെന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ സഹായിക്കുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.